കേരളത്തിലും വിദേശത്തുമായി നടത്തിയ താരനിശകളുടെ പ്രതിഫലമായ 8 കോടിയിലധികം രൂപ വരുമാനത്തിൽ അമ്മ കാണിച്ചിട്ടില്ലെന്നാണ് ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. 2011-12, 14-15 ഈ രണ്ട് കാലയളവിൽ നടത്തിയ താരനിശകളുടെ പ്രതിഫലമാണ് അമ്മ മറച്ചുവെച്ചതെന്ന് ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2011-12 ഒരു പ്രമുഖ ചാനലിനു വേണ്ടി നടത്തിയ താരനിശയുടെ പ്രതിഫലത്തുകയായ 2,05,00,000 രൂപ അമ്മ കണക്കിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ട് പറയുന്നു. 2014-15 മറ്റൊരു ചാനലിനു വേണ്ടി വിദേശത്തും കൊച്ചിയിലും നടന്ന താരനിശയുടെ പ്രതിഫലത്തുകയായ 6,10,00,000 രൂപയും സമാനമായ രീതിയിൽ അമ്മ മറച്ചുവെച്ചതായി ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ട് പറയുന്നു. താരനിശകൾ സംഘടിപ്പിക്കുന്നതിനുള്ള ചെലവ് ചാനലുകളാണ് വഹിച്ചിരുന്നത്. ഇതിനു പുറമെ പ്രതിഫലത്തുകയായ 8,15,00,000 രൂപ ചാനലുകൾ അമ്മയ്ക്ക് പ്രതിഫലമായി നൽകിയിരുന്നു. ഈ തുക എന്തുകൊണ്ട് കണക്കിൽ കാണിച്ചില്ല എന്ന ചോദ്യത്തിന് ഇത് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ചാനലുകൾ നൽകിയതാണെന്ന മറുപടിയാണ് അമ്മ ഭാരവാഹികൾ ആദായനികുതി വകുപ്പിന് നൽകിയത്. ജീവകാരുണ്യ സംഘടനയില്ലാത്ത അമ്മയുടെ വാദം ആദായനികുതി വകുപ്പ് തള്ളി. ആദായനികുതി വകുപ്പിൽ അപ്പീൽ നൽകിയ അമ്മ റിക്കവറി അടക്കമുള്ള നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. അതേസമയം ചാനലുകളിൽ നിന്ന് കിട്ടിയ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വരികയാണെന്ന മറുപടിയാണ് അമ്മ സെക്രട്ടറി ഇടവേള ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ആദായനികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ട്. 8 കോടിയിലധികം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയ അമ്മയ്ക്കെതിരെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ആദായനികുതി വകുപ്പിന്റെ തീരുമാനം. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.